നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ചാൽ സർക്കിൾസിൽ ആൾട്ടർനേറ്റ് ആർക്ക് വരുന്ന ഭാഗമാണ് പഠിച്ചത്. ആർക്കും ആൾട്ടർനേറ്റ് ആർക്കും വരുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ എ ബി എന്നുള്ളൊരു ആർക്കാണെങ്കിൽ ഇത് എ സി ബി എന്നുള്ള രണ്ട് ആർക്ക്, എ ബി എന്നുള്ള ആർക്കും എ സി ബി എന്നുള്ള ആൾട്ടർനേറ്റ് ആർക്കുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കേണ്ടത് എ ബി എന്നുള്ളതിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മളിപ്പോൾ ഒരു എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ബി എന്നുള്ളതിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ എ ബി എന്നുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ സി കൊടുക്കുക. എ സി ബി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും. ഇതിവിടെ എക്സ് ആണെങ്കിൽ ഇതിവിടെ എന്തായിരിക്കും? x/2 ആയിരിക്കും. ഇതാണ് നമ്മൾ എന്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ ഭാഗം എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓൾട്ടർനേറ്റ് ആംഗിൾ എന്നുള്ളത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. അടുത്ത പഠിക്കുന്നതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അടുത്ത പഠിക്കുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എളുപ്പമുള്ളൊരു ഭാഗമാണ്. നമ്മളൊരു സർക്കിളില് നമ്മളെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ നാല് വശങ്ങളും എന്തിലായിരിക്കും? സർക്കിളിലായിരിക്കും വരുന്നത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇത് വെച്ച് എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സർക്കിളിന്റെ ആ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 1, 2, 3, 4 ഈ നാല് വശവും എന്തായിരിക്കും? സർക്കിളിൽ തന്നെ ആയിരിക്കും ടച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഡൗട്ട് വരും. ഇങ്ങനെ വെച്ചപ്പോൾ ഒന്നങ്ങ് വെളിയിൽ പോയി, ഇങ്ങനെ വന്നു. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. അതിനെന്താണ്? ഒരു വശം എന്ത് ചെയ്ത് വെളിയിൽ പോയി. ഇപ്പൊ ഈ ബി എന്നുള്ളത് എന്ത് ചെയ്ത് വെളിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തല്ല, അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്തായിരിക്കണം? ഈ നാല് വശങ്ങൾ എന്തായിരിക്കും? 4 വെർട്ടെക്സ് എന്തായിരിക്കണം? നമ്മളെ ഈ സർക്കിളിൽ തന്നെ വന്നിരിക്കണം. ഇതേപോലെ ഇതൊന്ന് അകത്ത് കയറിയാലും ഇതെന്തല്ല, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. 4 എന്തായിരിക്കണം? സർക്കിളിൽ തന്നെ ആയിരിക്കണം അതിന്റെ പോയിന്റുകൾ നിൽക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ആംഗിളും സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. ഞാൻ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ഇത് രണ്ടും സപ്ലിമെന്ററി ആയിരിക്കും. അതിനകത്ത് ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ എന്തായിരിക്കും? സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. എന്താണ് സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുമ്പോൾ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. ഇതിവിടെ എക്സ് ആണെങ്കിൽ ഇതിവിടെ എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. ഇതിവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 180 മൈനസ് എക്സ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ രണ്ട് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. ഈ രണ്ട് ആംഗിൾ അല്ല, ഈ രണ്ട് ആംഗിൾ അല്ല. അത് ഏതായാലും ഓപ്പോസിറ്റ് രണ്ട് ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. അതിനാണ് സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 4 വശങ്ങളും എന്തായിരിക്കും? സർക്കിളിലായിരിക്കും നിൽക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. 180 ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളും കഴിഞ്ഞു. ഇത്രയും 3 കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുള്ളൂ. ഈ 3 കാര്യങ്ങൾ വെച്ചാണ് ഈ ചാപ്റ്റർ അത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം, സെമി സർക്കിളില് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള ഒരു കാര്യം. സെമി സർക്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം. അടുത്ത പറഞ്ഞ എന്താണ്? ആർക്കും ഓൾട്ടർനേറ്റ് ആർക്കും ആർക്കിന്റെ ഹാഫ് ആയിരിക്കും എന്തെന്നുള്ളത്? ഓൾട്ടർനേറ്റ് ആർക്കാണെന്നുള്ളത്. അടുത്ത നമ്മൾ പഠിച്ചപ്പോഴത്തെ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കറക്റ്റ് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ സർക്കിൾ എന്നുള്ള ചാപ്റ്റർ പഠിക്കാറുള്ളൂ. ഈ 3 കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഇത്രയും നേരമുള്ള കണക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ വരുന്നത്
സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പം പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. പറയണം രണ്ട് സർക്കിളാണ് ചേർന്ന് നിങ്ങൾ ടെക്സ്റ്റ് പേജ് നമ്പർ 60 പേജ് നമ്പർ 60 6ാമത്തെ ചോദ്യമാണ് 6. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ഉള്ളവർ കൂടെ എടുത്ത് നോക്കിക്കോണം. A B C D. നമ്മളുടെ ചോദിച്ചിരിക്കുന്നത് ഈ ABCD എന്ന് പറയുന്ന ABCD എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്ന് തെളിയിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ABCD എന്നുള്ള ഈ വലിയ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് തെളിയിക്കാൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും എന്താണ്? സർക്കിളിന്റെ എന്ത് കിടക്കണം? രണ്ട് സർക്കിളിന്റെ എല്ലാത്തിനും സർക്കിളിന്റെ പോയിന്റിലാണ് ടച്ച് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പറയും ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അങ്ങനെയല്ല നോക്കേണ്ടത്. ഇത് ഇപ്പൊ നോക്കുക, ഇതിപ്പോൾ ഇവിടെ O, ഇതിന്റെ സെന്റർ O എന്ന് എടുത്ത് ഇതിന്റെ സെന്റർ നമ്മൾ Q എന്ന് എടുത്ത് നോക്ക്. അപ്പോഴിത് രണ്ട് സർക്കിളായി. ഏതൊക്കെയാണ്? O സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിളും ഉണ്ട്, Q സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിളും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഇത് രണ്ടിലും കൂടെയാണ് കിടക്കുന്നത്. A B എന്നുള്ള ഇത് കിടക്കുന്നത് ഏതില്? O സെന്റർ ആയിട്ടുള്ളതും സിയും ഡിയും ഉള്ളത് കിടക്കുന്നത് ഏതാണ്? Qയിലുമാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടായിട്ട് ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാണ് O സെന്റർ ആയിട്ടുള്ള സർക്കിളിലാണ് ABC. നമ്മളിവിടെ ഒരു EF എന്ന് കൊടുക്കാം. ABEF എന്നുള്ള പോയിന്റ് കൊടുത്തു. അത് കണക്കിന് ഇവിടെ ECDF എന്നുള്ള എന്ത് വേറെ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ രണ്ട് ക്വാഡ്രിലാറ്ററലായി. ഒന്ന് ഏതാണ്? ABEF. ABEF. രണ്ടാമത്തെ ഏതാണ്? ECDF. ECDF. ഇങ്ങനെ രണ്ട് ക്വാഡ്രിലാറ്ററൽ നമ്മൾ കിട്ടും. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു എക്സ് എന്ന് കൊടുത്ത് ഇവിടെ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ആംഗിൾ BAF എന്നുള്ളത് ആംഗിൾ BAF ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ കൊടുത്ത് BAF ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ കൊടുത്ത് ആംഗിൾ BAF ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ കൊടുത്ത് അവിടെ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ BEF ഈക്വൽ ടു നോക്കിയാണ് BEF എന്നുള്ള എവിടെയാണ്? ഇവിടെ കിടക്കുന്ന ഒരു ആംഗിളാണ്. BEF എന്നുള്ളത് ഇവിടെ ഉള്ള ഒരു ആംഗിളാണ്. നമ്മൾ പഠിച്ചു വെച്ചാണെങ്കിൽ എന്താണ്? ഈ ഒരു ആംഗിളും തമ്മിൽ എന്താണ്? സപ്ലിമെന്ററി ആംഗിളാണ്. ഈ ആംഗിൾ തമ്മിൽ എന്താണ്? സപ്ലിമെന്ററി ആംഗിളാണ്. എന്ന് പറഞ്ഞാൽ ഇതിവിടെ എക്സ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ എത്ര തന്നെ വരും? 180 - x. കാരണം എന്താണ്? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ഇതിവിടെ എക്സ് വന്നുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 180 - x. അപ്പൊ ഇവിടെ BEF ഈക്വൽ ടു 180 - x എന്ന് വന്നു. ഇതിവിടെ 180 - x ആണെങ്കിൽ ഇതിവിടെ എന്തായിരിക്കും? x ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു ലീനിയർ പെയർ ആണ്. നമുക്ക് ഇങ്ങനെ കിടക്കുന്ന ആംഗിൾ അല്ലേ? അപ്പൊ എന്താണ് ഇത്? ലീനിയർ പെയർ BEFC. ഇതെന്തായി? ഒരു ലീനിയർ പെയർ ആയി. ഇതൊരു ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആയിട്ട് ഇതിവിടെ 180 ഇട്ടുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? x ആയിരിക്കും. 180 ഇവിടെ 180 ഇട്ടുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? x ആയിരിക്കും. ഇതിവിടെ x ആയതുകൊണ്ട് ഇതിവിടെ എത്ര ആയിരിക്കും? 180 - x. അതും എന്ത് തന്നെ? സപ്ലിമെന്ററി ആംഗിൾ തന്നെ.
നമ്മളിങ്ങനെ നോക്കണമെങ്കിൽ ഇത് രണ്ടും കൂടെ എന്തായിരിക്കും എക്സ് 180 മൈനസ് എക്സ് ഇത് രണ്ടും എന്തായിരിക്കും സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മളെ എക്സ് എന്ന് നമ്മളാണ് എടുക്കുന്നത്. ഇവിടെ നമ്മളൊരു എക്സ് എന്ന് എടുത്ത് ഇവിടെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ടും 180 മൈനസ് എക്സ് എന്ന് കിട്ടും. കാരണം എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സപ്ലിമെന്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഏത് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് സപ്ലിമെന്ററി ആയിട്ട് വരുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ് സപ്ലിമെന്ററി ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സ് എന്ന് എടുത്തപ്പോൾ ഇവിടെ എത്ര കിട്ടി 180 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇതിവിടെ 180 മൈനസ് എക്സ് ആയതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടി എക്സ് കിട്ടി. കാരണം എന്താണ് ഈ ആംഗിൾ എന്താണ് ഈ രണ്ടാംഗിൾ എന്ന് പറയുന്നത് എന്താണ് ലീനിയർ പെയർ ആണ്. അത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ടാംഗിൾ എന്താണ് ലീനിയർ പെയർ ആണ്. ഈ രണ്ടാംഗിൾ ലീനിയർ പെയർ ആണ്. അതാണ് പറഞ്ഞത് ലീനിയർ പെയർ ആയിട്ട് ലീനിയർ പെയർ ആയിട്ട് എന്താണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 180 മൈനസ് എക്സ് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 മൈനസ് എക്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് 180 മൈനസ് എക്സ് ഉണ്ടെങ്കിൽ ബാക്കി എന്ത് വരും എക്സ് തന്നെ വരും. അപ്പൊ ഇതിവിടെ എക്സ് ആയതുകൊണ്ട് ഈ ആംഗിൾ ഇവിടെ എത്രയായിട്ടും 180 മൈനസ് എക്സ്. ഇത് ആദ്യമേ നമുക്കറിയാം എന്താണ് സപ്ലിമെന്ററി ആംഗിൾ ആണ്. ഇത് രണ്ടും എന്താണ് സപ്ലിമെന്ററി ആംഗിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം മുന്നേ അറിയാം. അതുകൊണ്ട് ഇതിവിടെ എക്സ് ആയാലും ഇവിടെ 180 മൈനസ് എക്സ് കിട്ടി. ഇനി നോക്കിയാൽ നമ്മൾ പറയേണ്ടത് എന്താണ് എ ബി സി ഡി ഈ വലിയ ക്വാഡ്രിലാറ്ററൽ എന്താണെന്നാണ് തെളിയിക്കേണ്ടത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് തെളിയിക്കുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് എക്സ് കിട്ടി. ഇവിടെ എന്ത് കിട്ടി 180 മൈനസ് എക്സ് കിട്ടി. ഇവിടെ എക്സ് കിട്ടി, ഇവിടെ 180 മൈനസ് എക്സ് കിട്ടി. അങ്ങനെ വരുമ്പോൾ എന്തായത് ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി. ഓക്കെ ഒറ്റയടിക്ക് ഇവിടെ എക്സും ഇവിടെ 180 മൈനസ് എക്സ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കറക്റ്റ് അതിൻ്റെ സ്റ്റെപ്പിൽ കൂടെ തന്നെ പോകണം. നമ്മളിവിടെ ഒന്നും കൂടെ പടം വരച്ചു തരാം. ടെക്സ്റ്റിൽ നോക്കണം. ടെക്സ്റ്റിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഇത് നമ്മൾ പേര് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ മാറ്റുമായിരിക്കും. എ ബി സി ഡി നമ്മളിവിടെ കൊടുത്തത് ഇ എഫ് എന്നാണ് കൊടുത്തത്. നമ്മൾ ഈ ഒരു വലിയ ക്വാഡ്രിലാറ്ററലാണ് നമ്മൾ എന്ത് തെളിയിക്കേണ്ടത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് തെളിയിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞത് ഇതിനെ രണ്ടായിട്ട് എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ട് ക്വാഡ്രിലാറ്ററൽ നമ്മൾ കിട്ടി. ഒന്ന് എ ബി ഇ എഫ് എന്നുള്ള ഒരു ക്വാഡ്രിലാറ്ററലും അതേ കണക്ക് തന്നെ ഇ സി ഡി എഫ് എന്നുള്ള വേറൊരു ക്വാഡ്രിലാറ്ററലും ഇങ്ങനെ രണ്ട് ക്വാഡ്രിലാറ്ററൽ നമ്മൾ കിട്ടി. ഇവിടെ നമ്മൾ എക്സ് എന്ന് നമ്മൾ കൊടുത്ത് ഇത് നമുക്ക് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും 180 മൈനസ് എക്സ് എന്ന് കിട്ടും. എന്താണ് സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് എന്താണ് സപ്ലിമെന്ററി ആംഗിൾ ആണ്. ഇത് എങ്ങനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത സമയത്താണ് ഇത് എന്തായാലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയത്. അതുകൊണ്ട് ഇതിവിടെ നമ്മൾ എക്സ് കൊടുത്തപ്പോൾ ഇവിടെ എന്ത് കിട്ടി 180 മൈനസ് എക്സ് കിട്ടി. ഇതിവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എക്സ് ആയിരിക്കും. കാരണം എന്താണ് ലീനിയർ പെയർ ആണ്. ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താണ് സപ്ലിമെന്ററി ആംഗിൾ ആണ്. അത് നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ്. ഇതിങ്ങനെയാണ് വരുന്നത് സപ്ലിമെന്ററി ആംഗിൾ ആണ്. നോക്ക് ഇതിവിടെ എക്സ് കിട്ടി. അത് എ ബി സി ഡി എന്നുള്ള വലിയ ക്വാഡ്രിലാറ്ററലില് ആംഗിൾ എ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ആംഗിൾ സി ഇസ് ഈക്വൽ എത്ര കിട്ടി 180 മൈനസ് എക്സ് എന്ന് കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ എന്തായി എ എന്നുള്ളതും എ എന്നുള്ള സി എന്നുള്ളതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എ എന്ന സി എന്നുള്ളത് എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾസിൽ എക്സും 180 മൈനസ് കിട്ടിയപ്പോൾ എന്തായത് സപ്ലിമെന്ററി ആംഗിൾ ആയപ്പോൾ എന്തായത് എ ബി സി ഡി എന്നുള്ളത് എന്തായി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതേ കണക്ക് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പടം കൂടാണ് ഇത്രയും കൂടെ കാണും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. 1 2 3 സർക്കിൾ വരും. അതും എന്ത് ചെയ്യണം ഇങ്ങനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 180 മൈനസ് എക്സ് ആയാലും ഇവിടെ എക്സ് വരും. ഇവിടെ എന്തായാലും 180 മൈനസ് എക്സ് വരും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. 1 2 മൂന്നാമതൊരു സർക്കിൾ ഇതേപോലെ തന്നെ ഓരോ ഭാഗമായിട്ട് ചെയ്ത് വന്നതാണ്. പക്ഷേ നമ്മളിത് ഏത് രീതിയിലാണ് ചെയ്തതെന്ന് വെച്ചാൽ സപ്ലിമെന്ററി ആംഗിൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്.
അടുത്തൊരു ക്വസ്റ്റ്യൻ. കാണുന്നുണ്ടല്ലോ. ഇത് ടെക്സ്റ്റ് പേജ് നമ്പർ 59 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Calculate the all angles of the quadrilateral. എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ആംഗിളുകളെല്ലാം കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഒരു 50, 30, 45 ഇത്ര കാര്യങ്ങളെ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് ഇതിനുള്ള ആംഗിളുകൾ ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനൊരു പേര് കൊടുക്കണം. പേരൊന്നും ഇല്ല, ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു പേര് ABCD എന്നുള്ള പേര് നമ്മളിതിൽ കൊടുത്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആംഗിളുകൾ ഏതൊക്കെയെന്ന് നോക്കും. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ 50 തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്, 45 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാഠം പഠിച്ചതിൻ്റെ ആദ്യ ഭാഗത്തോട്ട് പോകണം. ആദ്യം അതിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആംഗിൾ എന്നുള്ളത് ഇത് ഒരു സെൻട്രൽ ആംഗിളാണ്. AB എന്നുള്ളതിൻ്റെ സെൻട്രൽ ആംഗിളാണ്. ഇതെന്നുള്ളത് എന്താണ്? അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിളാണ്. AB എന്ന് പറഞ്ഞാൽ C എന്നുള്ള എപ്പോഴും AB എന്ന് പറയേണ്ട C. ACB എന്നുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത്. AOB എന്നുള്ളതിൻ്റെ സെൻട്രൽ ആംഗിളാണ്. ADC എന്നുള്ളത് എന്താണ്? AOB എന്നുള്ള സെൻട്രൽ ആംഗിളിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ട് ACBയുടെ ഓൾട്ടർനേറ്റ് ആംഗിളാണ് ഇത് ADB എന്നുള്ളത്. മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആംഗിളുകളെല്ലാം എന്താണ്? ഈക്വൽ ആയിരിക്കും. ഒരു ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആംഗിളുകളെല്ലാം ഈക്വൽ ആയിരിക്കും. നമുക്ക് ACB എന്നുള്ള ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ADB എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത വേറൊരു ആർക്ക് വരച്ച് E എന്ന് കൊടുത്ത്, അതേപോലെ നമ്മൾ വേറൊരു ആർക്ക് കൊടുത്ത് F എന്ന് കൊടുത്ത്, അടുത്തത് വേറെ കൊടുത്ത് G എന്ന് കൊടുത്ത്, ഈ എല്ലാ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ X ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? X/2 ആയിരിക്കും. ഇതിവിടെ X/2 ആയിരിക്കും, X/2 ആയിരിക്കും, X/2 ആയിരിക്കും. ഇങ്ങനെ എവിടെ ഇങ്ങനെ ഒരു വര വരച്ചാൽ പോലും, ഇങ്ങനെ വരല്ല, ഇങ്ങനെ ഒരു കോൺ വരച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കോൺ നമ്മൾ ഇതിന്റെ അത്രയും അടുത്തേക്കുന്നത് ഇതും എന്തായിരിക്കും? X/2 ആയിരിക്കും. ഇനി ഇതിൽ കൂടുതൽ ഇതിനെ ചേർത്ത് വരയ്ക്കാൻ പറ്റും. അത്രയും ചേർത്ത് വരച്ചാൽ എന്തായിരിക്കും? X/2 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. അത് വെച്ച് നമ്മൾ റിലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കേണ്ടത് ഈ 30 വന്നിരിക്കുന്നത് ഏത് ആർക്കിൽ നിന്നാണെന്നാണ് നോക്കേണ്ടത്. 30 എന്ന് വന്നിരിക്കുന്നത് ഏത് ആർക്കിൽ നിന്നാണ്? അപ്പൊ ആ രണ്ട് ലൈൻ പോയേക്കാൻ എവിടോട്ട് നോക്കണം. ഒരു ലൈൻ ഒന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒരു ലൈൻ എന്ത് ഇവിടോട്ട് വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ AD എന്നുള്ള ആർക്കിൽ നിന്നാണ് ഏത് പോയേക്കുന്നത്? ഈ 30 എന്നുള്ള പോയേക്കുന്നത്. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ AD എന്നുള്ള ആർക്കിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. AD എന്നുള്ള ആർക്കിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ആംഗിൾ ഏതാണോ തന്നിരിക്കുന്ന ആ ആംഗിൾ നമ്മൾ നോക്കും. തന്നിരിക്കുന്ന ആംഗിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ആംഗിൾ വന്നിരിക്കുന്ന ആർക്ക് ഏതാണോ നോക്കും. ആ ആംഗിൾ വന്നിരിക്കുന്ന ആർക്ക് ഏതാണെന്ന് നോക്കും. നോക്കിയാണ് ആ C എന്നുള്ള ആംഗിൾ വന്നിരിക്കുന്ന ആർക്ക് ഏതാണ്? ഡിയും എയും. AD എന്നുള്ള ആർക്കിലോട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ C എന്നുള്ള ആംഗിൾ വന്നിരിക്കുന്നത്. അപ്പോഴും ഇനി നമ്മൾ നോക്കേണ്ടത് ഈ AD എന്നുള്ള ആർക്കിൽ നിന്ന് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ആർക്ക് പോയിട്ടുണ്ടോ നോക്കണം. നോക്കിയാണ് DBA എന്നുള്ളത് എന്താണ്? ഈ AD എന്നുള്ള ആർക്കിന്റെ എന്ത് തന്നെ? രണ്ടും എന്ത് തന്നെ? ഓൾട്ടർനേറ്റ് ആർക്ക് തന്നെ. അതുകൊണ്ട്
ഇതിവിടെ 30 ആയതുകൊണ്ട് ഇവിടെ എത്ര ആയിരിക്കും കിട്ടുന്നത്? 30 ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? 50 എന്നുള്ള ഈ ഒരു ആംഗിളാണ് തന്നിരിക്കുന്നത്. ഈ 50 എന്നുള്ള ഒരു ആംഗിൾ പോയിരിക്കുന്ന ആർക്ക് ഏതാന്ന് നോക്കണം. ഈ 50 എന്നുള്ള ആംഗിൾ പോയിരിക്കുന്ന ആർക്ക് ഏതാന്ന് നോക്കണം. നോക്കിയാണ് ഡി ആണ് അതിന്റെ ആംഗിളായിട്ട് വരുന്നത്. BC എന്ന് പറയുമ്പോൾ BC എന്നുള്ള ആർക്കിലോട്ടാണ് എന്ത് പോയിരിക്കുന്നത്? ആ ഡി എന്നുള്ള ആംഗിൾ പോയിരിക്കുന്നത്. BC എന്നുള്ള ആർക്കിലോട്ടാണ് ആ ഡി എന്നുള്ള ആംഗിൾ പോയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ BC എന്നുള്ള ആർക്കിൽ നിന്ന് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ആംഗിൾ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഏതാണ് BC എന്ന് പോയിരുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ? അതിൽ നിന്ന് പോയിരുന്ന അടുത്ത 2 ലൈനുകൾ നോക്കിയാൽ മതി. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ BC എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരുന്ന അടുത്ത 2 ലൈൻ, ഈ 2 ലൈൻ വന്നിരിക്കുന്നത് ഡിയിൽ വന്ന് മുട്ടി. അപ്പൊ അടുത്ത 2 ലൈൻ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈ ഒരു ലൈൻ, അതിനെ തന്നെ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും വന്ന് മുട്ടി, ബിയിൽ വന്ന് മുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ 50 50 ആയാലും ഇവിടെ എത്ര ആയിരിക്കും? 50 ആയിരിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? 45 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. 45 എന്നുള്ള ആംഗിൾ ബി, ഈ ഒരു ഭാഗമായിട്ട് നടക്കുന്ന 45. അപ്പൊ നോക്കേണ്ടത് ഈ 45 എന്നുള്ള ആംഗിൾ പോയിരിക്കുന്ന ആർക്ക് നോക്കണം. ഏതാണ് ആംഗിൾ പോയിരിക്കുന്ന ആർക്ക്? വേണ്ട, ആ 2 ലൈൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. 1 2 പിന്നെ DC-യിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോഴാണ് നോക്കേണ്ടത് DC-യിൽ നിന്ന് വേറെ ഏതെങ്കിലും ആംഗിൾ പോയിട്ടുണ്ടോ നോക്കണം. DC-യിൽ നിന്ന് അടുത്ത 2 ലൈനുകൾ നോക്കണം. നമുക്ക് ഈ ഒരു ലൈനുണ്ട്, ഈ ഒരു ലൈനുണ്ട്. അപ്പം അവിടെ 45 ഉണ്ട്, ഇവിടെ എത്ര ആയിരിക്കും? 45 ആയിരിക്കും കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 2 ആംഗിളാണ്. ഈ 2 ആംഗിൾ വന്നിരിക്കുന്ന ആർക്ക് നോക്കണം? AB-യിലോട്ടാണ്. 2 AB-യിലോട്ടാണ് വയ്ക്കുന്നത്. 2-ൽ ഒന്നില്ല. നമുക്കവിടെ ആൻസർ തന്നിട്ടില്ല. 2-ൽ ഒന്ന് പോലും തന്നിട്ടില്ല. ഒന്നിന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? 2 കൂടെ എഴുതായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ സെലക്ട് ചെയ്യണം. ഏത് ട്രയാങ്കിൾ സെലക്ട് ചെയ്താലും മതി. അപ്പം നമ്മൾ ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസിക്കൽ ടു ആംഗിൾ C, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രം കിട്ടും 180 കിട്ടും. അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. എത്ര ഉണ്ട്? 50 50 പ്ലസ് 30 പ്ലസ് 45 പ്ലസ് ആംഗിൾ C 50 80 125 55 കിട്ടും. ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? 55. ഇവിടെ 55 ആയിട്ട് ഇവിടെ എത്ര ആയിരിക്കും? 55 ആയിരിക്കും ഇവിടെ വരുന്നത്. കാരണം എന്താണ്? ഈ 55 എന്നുള്ളത് പോയിരിക്കുന്നത് ഏതാണ്? AB എന്നുള്ള ആർക്കിലോട്ടാണ്. അപ്പൊ AB എന്നുള്ള ആർക്കിലോട്ട് പോയിരിക്കുന്ന അടുത്ത ആംഗിൾ നോക്കണം. ഏതാണ്? ADB ആണ് അടുത്ത ആർക്ക്. അപ്പൊ ഇതിവിടെ 55 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് തന്നെ കിട്ടും? 55 തന്നെ കിട്ടും. ഒരിക്കൽ കൂടെ പറയാം. ഇനി ഇത് മാച്ചുകൾ നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ ഓൾട്ടർനേറ്റ് ആംഗിളുകൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ ഓൾട്ടർനേറ്റ് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ABCD 50 30 45 ആയിക്കോണം. നമ്മൾ എടുത്ത് എഴുതാൻ പോകുന്നത് ആംഗിൾ BDC is equal to angle BDC is equal to നമുക്ക് ആംഗിൾ അടുത്ത ഈക്വലാണ് ആംഗിൾ BAC. ഈ 2 ആംഗിളാണ് എന്തായിട്ട് വരുന്നത്? ഈക്വൽ ആയിട്ട് വരുന്നത്. നമുക്ക് BDC is equal to BAC. അപ്പം ഇവിടെ എത്ര ആയിരിക്കും? 50 equal to എത്ര ആയിരിക്കും? 50. എന്താണ് അത്? 2 AB അത് 2 ഏതാണ്? BC എന്നുള്ള ആർക്കിൽ നിന്ന് വന്നിരിക്കുന്ന BC എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് വന്നിരിക്കുന്ന 2 ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അടുത്ത നമ്മൾ 30 എന്നുള്ളതാണ് എടുക്കുന്നത്. ആംഗിൾ DCA is equal to അടുത്ത ആൾ പോയിരുന്ന ഏതാണ്? ആംഗിൾ DBA is equal to
DBA is equal to 30. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടി? 30 കിട്ടി. അടുത്ത 45 എന്നുള്ള ആംഗിളാണ് എടുക്കുന്നത്. 45 ആംഗിൾ എന്ന് പറയുമ്പോൾ DBC. ആംഗിൾ DBC is equal to ആംഗിൾ DBC is equal to angle DAC is equal to 45. ഇവിടെ എത്ര കിട്ടി? 45 കിട്ടി. ഇതുവരെ എല്ലാവരും മനസ്സിലായല്ലോ. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഏതാണ്? ട്രയാങ്കിൾ ABC നമ്മൾ കൺസിഡർ ചെയ്യും. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യും. അതിൽ നിന്ന് ABCയുടെ ആംഗിളും എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? നമുക്ക് 180 ആണ് കിട്ടുന്നത്. 50, 30, 50, 30, 45 എല്ലാം കൂട്ടുമ്പോൾ ബാക്കി ഇവിടെ എത്ര കിട്ടും? 55 കിട്ടും. എത്ര കിട്ടും? 50 കിട്ടും. 55 കിട്ടും. 55. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 55. ഇവിടെ 55 വരുമ്പോൾ ഇവിടെ എന്തൊരു 55. ഇപ്പോൾ 55 കണ്ടുപിടിച്ചറിയാലോ. ഒരു ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടെ ഉള്ള കൺസെപ്റ്റിലാണ് എടുത്ത് ചെയ്തേക്കുന്നത്. 3 ആംഗിളും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. അത് വെച്ചാണ് അവിടെ കണ്ടുപിടിച്ചത്. അവിടെ 55. അപ്പോൾ അത് അവിടെ 55 ആയതുകൊണ്ട് ആംഗിൾ ഏതാണ് 55? ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ആംഗിൾ ADB ഈസ് ഈക്വൽ ടു എത്ര? 55. ഇത്ര കാര്യം ഇതിലുള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാ ആംഗിളുമായി ഇനി നമുക്ക് ഡയഗണൽസിന്റെ ഇതിലുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. എന്ത് കിട്ടി? ക്വാഡ്രിലാറ്ററലിന്റെ അത് കിട്ടി. ഇത് കണ്ട 50, 50, 55 കൂടെ ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ D കിട്ടും. അതിന് ആംഗിൾ C രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആംഗിൾ B ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആംഗിൾ A എന്നുള്ളത് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആംഗിൾ ആഡ് ചെയ്യണം. നമ്മുടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാനാണ് എന്തായിട്ട് വരുന്നത്? ഇതിന്റെ ഓരോ ആംഗിളായിട്ട് വരുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ കറക്റ്റ് കിടപ്പുണ്ട്. അതേනම් എടുത്ത് ചെയ്ത് നോക്കണം. A B C D E. നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഇതിലും ഈക്വൽ ആയിട്ട് എന്താ വേണ്ടത്? ഇതിൽ ഈക്വൽ ആയിട്ട് കുറച്ച് ആംഗിൾസ് ഉണ്ട്. ഇതിലെന്ത് ഈക്വൽ ആയിട്ട് എന്തുണ്ട്? ഇതിൽ കുറച്ച് ആംഗിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അത് നമ്മൾ ഓരോന്നായിട്ട് തന്നെ നോക്കണം. നമ്മൾ ഫസ്റ്റ് നമ്മൾ ABE എന്നുള്ള ആംഗിൾ നമ്മൾ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നോക്കേണ്ടത് ABEക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതെന്ന് നോക്കണം. ABEക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതെന്ന് നോക്കണം. നമുക്ക് ABE എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ആംഗിൾ നമ്മൾ ഈ ഒരു ആംഗിളാണ് പറയുന്നത്. ABE എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളാണ്. അപ്പൊ ഇപ്പൊ നോക്കേണ്ടത് ABE എന്നുള്ള ആംഗിൾ ഏത് ആർക്കിൽ നിന്നാണ് വന്നേക്കുന്നത് നോക്കണം. നോക്കിയാണ് AE എന്നുള്ള ആർക്കിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്? ABE എന്നുള്ള ആംഗിൾ വന്നിരിക്കുന്നത്. അപ്പൊ AE എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന അടുത്ത ആംഗിൾസ് ഏതെന്നൊക്കെ നോക്കണം. ഏതൊക്കെയാണ്? ആ AE എന്നുള്ള ആംഗിളിൽ നിന്ന് പോയേക്കുന്ന അടുത്ത 2 ലൈനുകൾ എങ്ങോട്ട് പോയെന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു C എന്നുള്ളതിലോട്ട് ഒരു ലൈൻ പോയേക്കുന്നു. അപ്പൊ ഈ ആംഗിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നോക്കണം. ഇനിയും ഉണ്ട്. ഏതാണ്? ഈ ഒരു ആംഗിളും എന്താണ്?
ഈ ഒരു ആർക്ക് നിന്നാണ് പോയേക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോഴേ 3 ആംഗിൾസ് എന്തായാലും വന്നേക്കുന്നത് അതിൽ ഈക്വൽ ആയിട്ട് വന്നേക്കുന്നത്. ഒരു ആർക്കിന്റെ AE എന്നുള്ള ആർക്കിന്റെ 3 ആംഗിൾസ് 1 2 3 ആംഗിൾസ് എന്തായിട്ട് വന്നേക്കാണ് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇതേ ഒരു ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് ഫിഗർ എന്ന് പറയുമ്പോൾ ഇത് വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഒരു സ്റ്റാർ വരച്ചിട്ട് ഇതിന്റെ എല്ലാം 3 ടിപ്പും കൂടെ എന്ത് ചെയ്താൽ കൂട്ടി യോജിപ്പിച്ചാൽ മതി. അപ്പോഴിങ്ങനെ ഒരു ഫിഗർ കിട്ടും. എന്നിട്ട് ഈ ഫിഗർ കിട്ടിയിട്ട് നമ്മൾ ഈ ഫിഗറിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നോക്കണം. ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ലൈനുകൾ കൂട്ടിമുട്ടുന്ന ആംഗിളാണ് നോക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ബി എന്നുള്ള ആംഗിളാണ് എടുത്തപ്പോഴേ ബി എന്നുള്ള ആംഗിൾ പോയി വന്നിരിക്കുന്ന ആർക്ക് ഏതാണ് നോക്കുക. ഏതാണ് ബി എന്നുള്ള ആംഗിൾ വന്നിരിക്കുന്ന ആർക്ക് ഏതാണ്, AE ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ AEയിൽ നിന്ന് പോയിരിക്കുന്ന അടുത്ത ലൈൻ ഏതാണ് നോക്കും. അടുത്ത ലൈൻ ഏതാണ്, സിയിലോട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് സി, ഓക്കെ. അപ്പൊ സിയിലോട്ട് പോയിരിക്കുന്നു. അപ്പൊ ഈ ഒരു ആംഗിളും എന്താണ്, ഈക്വൽ ആണ്. നമ്മൾ ഈ ഫിഗറിൽ ഒരു ആംഗിളും കൂടെ പോയിട്ടുണ്ട്. ഏതാണ്, ഈ എയിൽ നിന്ന് ഡിയിലോട്ട് പോയിരിക്കുന്ന ആംഗിളും എന്താണ്, അതേ ആർക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പൊ ആ 3 ആംഗിൾ എന്താണ്, ഈക്വൽ ആണ്. നമുക്ക് ഇതേ കണക്ക് നമുക്ക് അടുത്തൊരു ആംഗിൾ എടുക്കാം. നമുക്ക് ആംഗിൾ ബി എന്നുള്ള ആംഗിൾ എടുത്ത് നോക്ക്. ആംഗിൾ CBD നമ്മൾ എടുത്തു. ആംഗിൾ CBD നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ CBD നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ആ ബി എന്നുള്ള CBD എന്നുള്ള ആംഗിൾ വന്നിരിക്കുന്ന ആർക്ക് ഏത് നോക്കുക. ഏതാണ്, CD എന്നുള്ള ആർക്കിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, CBD എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ആ CD എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന അടുത്ത 2 ലൈൻ ഏതെന്ന് നോക്കും. അപ്പോൾ ഇതാണ് അവിടെ CDയിലോട്ട് വരും. അപ്പൊ അടുത്ത ഒരു ലൈൻ ഇതാ പോയിട്ടുണ്ട്, അവിടെ ഒന്ന് മുട്ടി. അത് കണക്ക് അത് ഇതിലോട്ട് വരുമ്പോൾ ഡിയിലോട്ട് നോക്കി. അപ്പൊ ഈ ഒരു ആംഗിള്, അപ്പൊ ഈ ഒരു ആംഗിള് നമ്മൾ ഈക്വൽ, അതേ കണക്ക് ഈക്വൽ ആയിട്ട് ഏതൊരു ഈ ഒരു ആംഗിൾ വരും. ഇനി ഒരു ആംഗിളും കൂടെ അതിൽ നിന്ന് പോയിട്ടുണ്ട്. ഏതാണ്, CED. ഈ ഒരു ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി അതേപോലെ അടുത്ത ഏതുണ്ട്, അടുത്ത എല്ലാ ആംഗിളും ഉണ്ട്. അടുത്ത ആംഗിൾ ACB, ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഉണ്ട്. ACBക്ക് ഈക്വൽ, ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. ഇങ്ങനെ ACBക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ വരും. ഇങ്ങനെ ഓരോ ആംഗിളുകളും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾ എന്ത് ചെയ്യണം, ഇന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഏകദേശം കുറച്ച് 10-15 ആംഗിളുകൾ വരും ഈക്വൽ ആയിട്ട് വരുന്നത്. ഫിഗർ നോക്കേണ്ടത് സർക്കിള്, അതിൻ്റെ അകത്തൊരു സ്റ്റാർ കണക്ക് വരും. ഇതെല്ലാം കൂട്ടി വെച്ചാൽ മതി. പേര് നിങ്ങൾ ഇഷ്ടമുള്ള പേര് എടുത്ത് ചെയ്താൽ മതി. ABCDE നമ്മൾ ഏതായാലും എടുത്തെഴുതാം. നോക്കണം, നമ്മളിവിടെ എക്സിന് നമ്മൾ എഴുതി നോക്കാം. ABE, ആംഗിൾ ABE. നമ്മൾ നേരത്തെ എഴുതിയ പേരും വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ആംഗിൾ എടുക്കാം എന്ന് പറയുമ്പോൾ ആംഗിൾ EAD എന്നുള്ള ആംഗിൾ എടുത്ത് EAD എന്നുള്ള ആംഗിൾ എടുത്ത് നോക്കേണ്ടത്. EAD എന്നുള്ള ആംഗിൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആംഗിൾ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കേണ്ടത് ആ EAD എന്നുള്ള ആംഗിൾ പോയിരുന്ന ആർക്ക് ED എന്നുള്ള ആർക്കിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ED എന്നുള്ള ആർക്കിൽ നിന്ന് അടുത്ത എങ്ങോട്ടെങ്കിലും പോയിട്ടുള്ള ലൈൻ നോക്ക്. ലൈൻ, ഈ ഒരു ലൈൻ ED എന്നുള്ള ആർക്കിലാണ്. ഏതാണ്, ആംഗിൾ EBD ഈക്വൽ ടു, ഇനി ഒരു ആംഗിളും കൂടെ ഉണ്ട്. ഏതാണ് പോയിരിക്കുന്നത്, ED എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്നത് ഈ ഒരു ആംഗിൾ C എന്നുള്ളൊരു ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ECD. ഈ 3 ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ 3 ആംഗിളും പോയിരിക്കുന്നത് എന്താണ്, ഒരേ ഒരു ആർക്കിൽ നിന്നാണ്. ഏത്, ED എന്നുള്ള ആർക്കിൽ നിന്നാണ് ഈ 3 ആംഗിളും പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഇനി നോക്കേണ്ടത് ഓരോ ആർക്കിൽ നിന്ന് പോകണടുത്ത് നോക്കിയാലും മതി. നമുക്ക് അടുത്ത EA എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്നത്. EA എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്നത് ഏതൊക്കെയാണ്, EA എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്നത് EA എന്നുള്ള ഈ ഒരു ആർക്കാണ്. EA എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്നത് ഏതൊക്കെയാണ്, EDA, ആംഗിൾ EDA ഈസ് ഈക്വൽ ടു ആംഗിൾ അടുത്ത പോയിരിക്കുന്നത് ആംഗിൾ ECA. ആംഗിൾ ECA ഈസ് ഈക്വൽ ടു അടുത്ത ആംഗിളാണ് EBA.
ആ ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന 3 ആംഗിൾസ് അങ്ങ് എടുത്താൽ മതി. അതാണ് എളുപ്പമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് എ ബി എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിൾസ് ഏതായിരിക്കണം. അപ്പൊ എ ബി എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ലൈനുകൾ നോക്കണം. നമുക്ക് എ ഇ ബി ആംഗിൾ എ ഇ ബി ഈസ് ഈക്വൽ ടു അടുത്ത എ ഡി ബി ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈ 3 ആംഗിളാണ് എന്ത് പോയിരിക്കുന്നത്, എ ബി എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇ ഡി എന്നുള്ള ഈ ആർക്ക് എടുത്ത് അടുത്ത ഈ ആർക്ക് എടുത്ത് അടുത്ത ഏതാണ് സി ബി എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിൾസ് നോക്കണം. സി ബി എന്നുള്ള ആർക്ക് ഏതാണ്, ഇതാണ് സി ബി എന്നുള്ള ആർക്ക്. എന്താണ്ട ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു 1 സി ഇ ബി ആംഗിൾ സി ഇ ബി ഈസ് ഈക്വൽ ടു സി ഡി ബി ആംഗിൾ സി ഡി ബി. നിങ്ങൾ ഒന്ന് ജസ്റ്റ് എഴുതിയെടുക്കണം, പെട്ടെന്ന് എഴുതിയെടുക്കണം. സി എ ബി ഈസ് ഈക്വൽ ടു സി ഇ ബി ഈസ് ഈക്വൽ ടു സി ഡി ബി അതിനൊക്കെ ഈ ഫിഗർ ഒന്ന് പെട്ടെന്ന് വരച്ചെടുത്തോണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യത്തുള്ളൂ. അടുത്ത ആർക്ക് ഏതാണ്, ഡി സി എന്നുള്ള ആർക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഡി സി എന്നുള്ള ആർക്ക് എന്ന് പറയുമ്പോൾ ഡി സി എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിൾസ് നോക്കണം. ഡി സി എന്നുള്ള ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് ഇത് എന്ന് പറയുമ്പോൾ ആംഗിൾ ഡി ഇ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ സി ആംഗിൾ ഡി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി സി. ഈ 3 ആംഗിളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് പോയേക്കുന്നത്. നമ്മൾ ടോട്ടൽ എത്ര ആർക്കുണ്ട്, 1 2 3 4 5 ടോട്ടൽ 5 ആർക്കുകളുണ്ട്. ടോട്ടൽ 5 ആർക്കിലും ഓരോ ആർക്കിലും 3 ആംഗിൾസ് വെച്ച് എന്ത് വന്ന് ഈക്വൽ ആയിട്ട് വന്ന് ടോട്ടൽ 5 ആർക്കില് 1 2 3 4 5 പെന്റഗൺ 5 ആർക്കിൽ എന്തുണ്ട് 3 ആംഗിൾസ് വെച്ച് ഈക്വൽ ആയിട്ട് വന്ന്. ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം. കാരണം ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിക്കുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഏതാണ് ഓൾട്ടർനേറ്റ് ആർക്കുകൾ എല്ലാം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ആർക്കുകളെല്ലാം ഈക്വൽ ആയിരിക്കും. ആ ഒരു തിയറം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ അത്രയും ചെയ്തിരിക്കുന്നത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആയിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഒരു ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ലൈനുകൾ 2 ലൈനുകൾ കൂടി ചേർന്ന ആംഗിൾ ഏതെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ വരുന്ന ആംഗിളാണ് എന്തായിട്ട് വരുന്നത്, ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആർക്ക് നമ്മളെടുത്തിട്ട് എന്ത് ചെയ്ത് ആ ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ലൈനുകൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് നോക്കും. ഓരോന്നും സെപ്പറേറ്റ് തന്നെ എടുത്ത് നോക്കുന്നുണ്ട്. ഇവിടെ ഈ ഡി സി ഇങ്ങനെ പോയിരിക്കുന്നു, അതിന് അടുത്തത് പോയിരിക്കുന്നു, അതിനൊക്കെ ഈ ബി ഇങ്ങനെ അടുത്തത് പോയിരിക്കുന്നു. അങ്ങനെ ഓരോ ആർക്ക് നമ്മൾ എടുത്തിട്ട് ആ ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആംഗിളുകൾ കണ്ടുപിടിച്ചാൽ. അപ്പോൾ ഒരു ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിളുകളെല്ലാം എന്തായിരിക്കും ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങളൊന്ന് പെട്ടെന്ന് വരച്ചെടുത്ത് ഇതെന്തായാലും ആംഗിളുകളെല്ലാം എന്ത് ചെയ്യണം നോക്കണം. കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് അല്ല ആംഗിളുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഈക്വൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആംഗിളുകളെല്ലാം എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഓരോ ആർക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആംഗിളുകൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അപ്പോഴേ ഈ ഒരു എനിക്ക് തോന്നുന്നു രണ്ട് ക്വസ്റ്റ്യൻ പിന്നെ കുറച്ച് നമ്മൾ ഒരു തിയറം കൂടെ പഠിച്ചോളൂ. തിയറം എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള തിയറം എന്ന് പഠിച്ചതെന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏത് വെച്ചാണ് ഇത് ആൾട്ടർനേറ്റ് ആംഗിൾ വെച്ചാണ് ചെയ്തത്. ഈ ഒരു 2 ക്വസ്റ്റ്യൻ എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾ വെച്ചാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്താലും മതി.